ഡോക്ടർ ഉമറിന്റെ വീട് ബുൾഡോസർ ഇട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക, പ്രകോപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണോ ഇത് റൂട്ട് കോസിനുള്ള പരിഹാരം? ചർച്ച അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്ക്, രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടൊരു ഭീകരനെ കുറിച്ചിട്ടാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാണ് ചർച്ച ചെയ്യുന്നത്. വീട് ബുൾഡോസർ ഇട്ട് തകർക്കുമെങ്കിൽ ഇതിന്റെ ഉത്തരം കൂടെ പറയണം. വീട് ബുൾഡോസർ ഇട്ട് തകർത്തതിന് ഇതിന്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് പോകണം. അവിടെ നിൽക്ക്, അങ്ങനെ പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന വേണ്ട പറഞ്ഞ ഞാൻ മൊത്തം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ വലിയ വാചകം പറഞ്ഞ വലിയ ഡയലോഗ് പറയുന്നവർക്ക് ഈ സ്ലീപ്പർ സെല്ല് ഈ 10 വർഷമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അല്ല, ഈ സ്ലീപ്പർ സെല്ല് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? സ്ലീപ്പർ സെല്ലിനെ ആരാ കണ്ടുപിടിച്ചത്? NIA അല്ലേ, റോ അല്ലേ? കണ്ടുപിടിക്കാതിരിക്കുകയാണ് നിങ്ങൾ. പബ്ലിക്കിനോട് പറഞ്ഞു. ഇവിടെ കേരളത്തിലെ ഒരു ചാനലിൽ ഇരുന്നിട്ട് കേരളത്തിലെ ഒരു ചാനലിൽ ഹെഡിങ് കൊടുത്തിട്ട് അവർ ചർച്ച ചെയ്യാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് ഇല്ലാന്ന്. ശ്യാംരാജ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം ടൂറിസം റെക്കോർഡ് ലെവലിലേക്ക് കാശ്മീരിലെത്തി. അവിടെ G20 മീറ്റിംഗ് വരെ നടന്നു. പക്ഷേ അവിടുത്തെ ഒരു ഡോക്ടർക്ക് ഡൽഹി വരെ എത്തി ബോംബ് വെക്കാൻ കഴിഞ്ഞു. കാശ്മീർ ശാന്തമാണ് എന്നുള്ളത് BJP സർക്കാരിന്റെ NDA സർക്കാരിന്റെ നരേറ്റീവാണ്. അവസാനിച്ചു? ആ നരേറ്റീവിന്റെ കാലം കഴിഞ്ഞോ? കാശ്മീർ ശാന്തമല്ല എന്നുള്ളതാണ് നരേറ്റീവ്. അല്ലെങ്കിൽ കാശ്മീർ വീണ്ടും അശാന്തമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നരേറ്റീവ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആർട്ടിക്കിൾ 370 നമ്മൾ അവിടുന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം അതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അതൊന്നും എനിക്കറിയാൻ മേല. ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് അതിലൊന്ന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിട്ട് പറ്റിയേ? ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ കാശ്മീരിൽ പോയിട്ട് എന്നാണ് അവിടെ പോയിട്ട് മഞ്ഞുവാരി എറിഞ്ഞ് കളിക്കാൻ വേണ്ടിട്ട് പറ്റിയേ? അതിനു മുമ്പ് അവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു? അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. എത്ര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? അപ്പോ നമ്മളൊരു ഇടത്തിന്റെ സമാധാനപൂർണമായോ ഇല്ലയോ എന്നുള്ള ഒരു കണക്കെടുക്കേണ്ടത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിന് പിന്നീട് എങ്ങനെയാണ് എന്നുള്ളതിനാണ്. അത് ശരിയാ. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവൻ 100 തവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ ആ ഒരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അവൻ അതിന് വിജയിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 തവണ അവൻ ട്രൈ ചെയ്യുമ്പോൾ 100 തവണയും അതിനെ നിർവീര്യമാക്കുകയും വേണം. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ അല്ലാതെ വേറെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കും, കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എത്രയധികം കുറഞ്ഞു. നമ്മളിപ്പോ ഇത്തവണ ഉണ്ടായിരുന്ന ഡൽഹി ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അതിനൊരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, പിന്നെ നീ നമ്മളെ ഇങ്ങോട്ട് പാസ് ചെയ്യണം. ഇതിനു മുമ്പ് ഡൽഹിയിൽ എന്താ സ്ഫോടനം ഉണ്ടായത്? 2011 എന്ന് വെച്ചാൽ കഴിഞ്ഞ 14 വർഷമായിട്ടും തീവ്രവാദികൾ അതിന് ശ്രമിക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. നമ്മൾ യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഇവർ വിചാരിക്കുന്ന ഇവരുടെ മരണശേഷം സ്വർഗം ഉണ്ടെന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഏത് പ്രായത്തിലും ഏത് ആളാണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ലാതെ ഇവർ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ക്യാരക്ടറിലാണ്. ഇപ്പൊ തന്നെ പറഞ്ഞു ശീലിച്ചോളൂ. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. പാലസ്തീന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. അതുപോലെ അതിനനുസൃതമായിട്ടുള്ള ഏതെങ്കിലും പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ നമ്മുടെ ഈ കാശ്മീരിൽ ആദ്യം അവിടെ വന്നിട്ട് പഹൽഗാമിന് തീവ്രവാദ അറ്റാക്ക് ഉണ്ടാക്കിയതിനു ശേഷം അവിടെ നമുക്ക് നഷ്ടപ്പെട്ട 26 പേർക്ക് കൂടി നടന്നിരുന്നു. അത് നടക്കില്ല. ഡൽഹിയിൽ ഇത്തവണ നമ്മുടെ 9-13 പേര് മരിച്ചതിന് ശേഷം ഇവിടെ കേരളത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നടന്നിരുന്നു. അപ്പോ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രീണനം, കൃത്യമുള്ള ഒരു പ്രീണനം അതുപോലും ഇവർക്ക് വളമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് മനസ്സിലാകാത്തത്? ഇവിടെ കേരളത്തിലെ ഒരു ചാനലിൽ ഇരുന്നിട്ട് കേരളത്തിലെ ഒരു ചാനലിൽ ഹെഡിങ് കൊടുത്തിട്ട് അവർ ചർച്ച ചെയ്യാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് ഇല്ലാന്ന്. വൈറ്റ് കോളർ ടെററിസം ഉണ്ടെന്നും അതിന്റെ അറസ്റ്റുകൾ നടത്തപ്പെട്ടുവെന്നും 15ഓളം ഡോക്ടർമാർ പിടിക്കപ്പെട്ടുവെന്നും ഒരാൾ പൊട്ടിത്തെറിച്ചുവെന്നും കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ ഇരുന്ന് ചർച്ചയിലാണ് വൈറ്റ് കോളർ ടെററിസം ഇല്ല എന്നുള്ളത്. നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട് സർ. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തപ്പോ അതിന്റെ അടിയിൽ ആദ്യം വന്നുള്ള കമന്റുകൾ നിങ്ങളൊന്ന് കാണണം. ബീഹാർ ഇലക്ഷൻ നടക്കാൻ വേണ്ടിട്ട് പോകുന്നു, അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചതാണ്. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. അതിനടിയിൽ വന്നിട്ട് മനഃപൂർവ്വമായിട്ട് ഇത് മറ്റൊരു തരത്തിലാണ്, അതല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘങ്ങളല്ല എന്ന് ഇവരെ വെള്ള പൂശാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ചില നടപടികൾ നടക്കുന്നുണ്ടോ എന്ന് കൂടി ചർച്ച ചെയ്യണം.
നമുക്ക് അഭിമാനമല്ലേ വലുത്. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ജിഹാദ് എന്ന് പറയുന്നത് അത് പാകിസ്ഥാനുമായി കണക്ട് ചെയ്തിട്ടാണ് എന്ന് മുൻപ് വന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന ഒരു വിഷയം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അപ്പുറത്ത് ഡോക്ടർ ഉമറിന്റെ വീട് ബുൾഡോസർ ഇട്ട് നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക. പ്രകോപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണോ ഇത് റൂട്ട് കോസിനുള്ള പരിഹാരം എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രഹസനം മാത്രമാണോ നടക്കുന്നത്? ചില സമയങ്ങളിൽ ചിലത് ഹാമർ ഉപയോഗിച്ച് അടിക്കേണ്ടത് ഹാമർ ഉപയോഗിച്ച് തന്നെ അടിക്കണം. അപ്പോൾ നമ്മൾ കൊട്ടു കൊടുത്താൽ പോരാ. നമ്മൾ പിള്ളേർക്ക് ചിലപ്പോൾ കൊട്ടു കൊടുത്താൽ മതി, ചുമ്മാ ഇടാൻ കൊട്ടു കൊടുത്താൽ മതി. പക്ഷെ ചിലതിന് നമ്മൾ ചുറ്റിക എടുത്ത് തന്നെ അടിക്കേണ്ടി വരും. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുകയും കേസ് ഉയരുകയും ചെയ്ത വിഷയങ്ങൾ കേരളത്തിനകത്തുണ്ട്. അവിടെ വന്ന് ആ സ്ഥലത്ത് വന്ന് ആ വീട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ജനകീയ വികാരമായിരിക്കും ഉണ്ടാവുക? അതിനോട് യോജിക്കാൻ പറ്റുന്നത് ഇനി എനിക്ക് വയ്യ, താങ്ങാവുന്നവരും വളരെ കൂടുതലാണിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊരു വീടാണെന്ന്? അതൊരു ഭീകരവാദ ബോംബ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു മുറിയിൽ തന്നെ 10 ടൈം ബോംബുകൾ, 25ഓളം പിന്നെ റിമോട്ടുകൾ, പിന്നെ ഇപ്പം നമ്മൾ കണ്ടെടുത്തത് 3000ഓളം സ്ഫോടക വസ്തുക്കൾ, ഇതൊക്കെ കണ്ടെടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പിന്നെ എന്താ ചെയ്യണ്ടേ? കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥതയ്ക്കെതിരെ അവരുടെ മനസ്സ് തിരിക്കാൻ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങളാക്കൂ. അതുകൊണ്ട് പ്രധാനമായ കാര്യം, ആ വീട് ഇടിച്ചു നിരത്തിയാൽ ഒരു ഫിയർ സൈക്കോസ് ഉണ്ടാകും. കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ മാതാവിനെ ഉൾപ്പെടെ ചിലപ്പോൾ അവരുടെ വീട് വരെ ഇടിച്ചു നിരത്തിക്കളയും എന്ന ഒരു പേടിയിൽ നിന്നും ഭീകരനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം എന്നാണ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ ഫലം അങ്ങനെ ആവണമെന്നില്ല നടക്കുന്നത്. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം. വാഴ്ച ആരുടെ അടുത്താണ്? നിയമവാഴ്ച നിയമം പാലിക്കുന്നവരുടെ മുമ്പാകെയാണ്. എന്നെ ഒരുത്തൻ കുത്താൻ വരികയാണ്, ആ സമയത്ത് ഞാൻ നിയമവാഴ്ച പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നാൽ ഞാൻ നീയൊക്കെ പ്രതികരിച്ചോ? 11 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇപ്പോഴും ഡൽഹിയിൽ ഇങ്ങനെ ഒരു സെൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് റോയുടെ IBയുടെ ചരിത്രത്തിലെ ഒക്കെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? ഉറപ്പിക്കാമോ? താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? വീട് ബുൾഡോസർ ഇട്ട് തകർക്കുമെങ്കിൽ ഇതിന്റെ ഉത്തരം കൂടെ പറയണം. വീട് ബുൾഡോസർ ഇട്ട് തകർത്തതിന് ഇതിന്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് പോകണം. അവിടെ നിൽക്ക്, അങ്ങനെ പിന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന വേണ്ട പറഞ്ഞ. ഞാൻ മൊത്തം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകത്തുള്ളൂ. ചർച്ച അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്ക്, രാജ്യം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടൊരു ഭീകരനെ കുറിച്ചിട്ടാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച ചെയ്യുന്നത്. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? ഞാൻ മോഹൻ മുരളി സാറിന്റെ ചർച്ച നിരവധി കാണാറുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇതിനൊക്കെ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട് തകർത്തത് മോശമായപ്പോ ഏത് അദ്ദേഹം ഈ കാശ്മീരിലെ തീവ്രവാദികളെല്ലാം കാശ്മീരികളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ചർച്ചയുടെ തീവ്രത്തിന് തെറ്റാണ്. കാശ്മീർ തീവ്രവാദി എന്ന് പറയുന്നത് കാശ്മീർ തീവ്രവാദിയാണ്. അവൻ കാശ്മീർ ജനതയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഷഠനോട് ശാഠ്യമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഇനി അവനെ നിയമത്തിന്റെ വഴിയിലോട്ട് തന്നെ കൊണ്ടുപോയോ നേരെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തീവ്രവാദിയോട് നിയമം പറഞ്ഞിട്ട് മോനെ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവനെ ആ വഴിക്ക് നീങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പാമ്പാവൻ നല്ല അസല് വിഷപ്പാമ്പ്. രാജ്യത്തിനെതിരെ ആയുധമെടുക്കുന്നതിനോട് ആയുധമെടുക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ അവനെ അവിടെ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യണം. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ വരേണ്ട കാര്യമില്ലേ? ഇതെന്താ അറിയോ? ഒരു സ്ഫോടനം ഉണ്ടാകുന്ന, ഒരു വിഷയം ഉണ്ടാകുന്നു, ചില കാര്യങ്ങൾ പൊതുജനത്തോട് പറയും, മീഡിയസിനോട് പറയും, ചില കാര്യങ്ങൾ പൊതുജനത്തോട് പറയില്ല, മീഡിയസിനോട് പറയില്ല. അങ്ങനെ എന്നേക്കൊരു നിലപാടില്ലേ, റോയ്ക്കൊരു നിലപാടില്ലേ? അതനുസരിച്ചിട്ടില്ല അവർ ചെയ്യാം. ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ സമയം കൊടുക്കുക. 22 അറ്റംപ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്ത് 1 2 അത് ആന്ധ്രാപ്രദേശിലെ ISI മൊഡ്യൂൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട അറിയോ? ഇവിടെ തൊട്ടടുത്ത് ആന്ധ്രാപ്രദേശിൽ തെലങ്കാന ഉൾപ്പെടെയുള്ള ഐസ് മൊഡ്യൂൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഓപ്പറേഷൻ പഹൽഗാമിന് സിന്ദൂറിന് ശേഷം മാത്രം, അതായത് 1 വർഷത്തിന് പോലും ആകുന്നതിന് മുമ്പ് എത്ര എണ്ണം ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തീവ്രവാദികൾ ഇതിന് ശ്രമിക്കും. അവരെ ന്യൂട്രലൈസ് ചെയ്യുകയും അവരെ തകർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാശ്മീർ ജനതയുടെ മൊത്തം റെപ്രസെന്റേഷൻ നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ കാശ്മീർ ജനതയുടെ മൊത്തം റെപ്രസെന്റേഷൻ തീവ്രവാദികൾക്ക് കൊടുക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. കാശ്മീർ ജനതയാണെന്നും തീവ്രവാദികളാണെന്നും തീവ്രവാദികൾക്കെതിരെ 0 ടോളറൻസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റണം. കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി പറ്റണം. ഇത് രണ്ടും രണ്ടാണെന്ന് കാശ്മീർ